സോ, ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് ഇൻഫന്റ് ടൈലനോൾ ആണ്. ഇത് ആക്ച്വലി അവളുടെ പീഡിയാട്രീഷ്യൻ തന്നെ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത അവളുടെ 1 മന്ത് അപ്പോയിൻമെൻറ്റിന് പോയപ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഫീവറോ അതല്ലെങ്കിൽ ഈ പല്ല് വളരുമ്പോൾ ഉള്ള വേദനയോ ഒക്കെ വരുമ്പോൾ ഇതിൽ ml എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് ചാർട്ട് തരും. ഇത്ര പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് എത്ര വരെ ml കൊടുക്കാമെന്ന്. പിന്നെ ഈ ബോട്ടിലിൽ എഴുതിയിട്ടുണ്ട് അണ്ടർ 24 മന്ത്സ്. അപ്പം അങ്ങനെയും നമുക്ക് കൊടുക്കാം. പിന്നെ ഉള്ളത് അവളുടെ ടീത്ത് ടോയ്സ് ആണ്. ഇത് ഇഷ്ടം പോലെ ഉണ്ട് അവൾക്ക്. അവൾക്ക് എന്ത് കിട്ടിയാലും അവളൊന്ന് കടിച്ചു നോക്കുന്ന കുഞ്ഞാ. അപ്പം ഇതാണെങ്കിൽ നമ്മൾ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ച് കഴിഞ്ഞ് കൊടുക്കുമ്പോൾ ഈ മോണയ്ക്ക് നല്ലൊരു റിലീഫായിരിക്കും അവർക്ക്. പിന്നെ ഉള്ളത് അവളുടെ നെയിൽ ക്ലിപ്പറാണ്. ഇത് ഞാൻ വാൾമാർട്ടിൽ നിന്ന് അണ്ടർ $10 ആയിരുന്നു കേട്ടോ. ഇതും ഇതിൻ്റെ കൂടെ ചീപ്പും ഒക്കെ ഒന്നിച്ചാണ് വന്നത്. പിന്നെ ഒരു ബ്രഷും കൂടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇപ്പം 1 മന്തൊക്കെ ഉള്ള ബേബീസിനെ നമ്മൾ തല കുളിപ്പിക്കുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിരിക്കണമല്ലോ. അപ്പം നമുക്ക് ആ ബ്രഷ് ഉപയോഗിച്ച് പയ്യെ ഇങ്ങനെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്ത് കുളിപ്പിക്കാവുന്നതാണ്. അത് പക്ഷേ ഞങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ വീട് മാറിയപ്പം എവിടെയോ കളഞ്ഞു. പിന്നെ ഇവളുടെ കുഞ്ഞ് ചീപ്പ്. ഇവൾക്ക് എപ്പോഴും ഈ ചീപ്പ് തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. കാരണം AC ഒക്കെ ഇടുന്ന വീടാണെങ്കിൽ അല്ലെങ്കിൽ തണുപ്പ് സ്ഥലമുള്ളതാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മൂക്കടയും. ഇവൾക്ക് രാത്രി അടയാറില്ല, കാരണം നമ്മൾ എയർ പ്യൂരിഫയർ യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട്. പക്ഷെ പകൽ ഇങ്ങനെ മൂക്കടയുമ്പോൾ നമ്മൾ ഇത് ഒരു 2 പ്രാവശ്യം ഒന്ന് ഇച്ചിരി അടിച്ചു കൊടുക്കുമ്പം അവളുടെ ഇപ്പോൾ കുഞ്ഞു ബുഗീസൊക്കെ ഉണങ്ങിയിരിപ്പുണ്ടെങ്കിൽ അത് പൊക്കോളും. പിന്നെ അവർക്ക് നല്ല ഈസി ആയിട്ട് ബ്രീത്ത് ചെയ്യാം. കണ്ണാടി ഇത് ഒട്ടും ഞാൻ പറയത്തില്ല നിങ്ങൾക്കിത് വേണം, ഇത് ഉപയോഗിക്കണം കുഞ്ഞുങ്ങൾക്ക് എന്നൊന്നും ഒരിക്കലും പറയത്തില്ല. കാരണം ഇപ്പം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ക്യാപ്പ് വെക്കുന്നുണ്ടെങ്കിൽ അത് മതി. പിന്നെ ഞാനിതൊരു ഭംഗിക്ക് ആദ്യം വാങ്ങിച്ചത്. കാരണം ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് വെളിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചുമ്മാ ഞാനിത് വെക്കും. അപ്പോൾ അവൾക്ക് വെളിച്ചമൊക്കെ നല്ല ഈസി ആയിട്ട് നോക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അവളിത് ഒരു അരമണിക്കൂർ പോലും വെക്കുകയില്ല കേട്ടോ. അതിന് മുന്നേ അവളുടെ അടുത്ത് കൈ പിടിക്കും.